ാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മരം ജീവിതത്തിൽ എത്ര മുഖ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയും. അതായത് മരം ഒരു മോണോമെൻ്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. ആ മോണോമെൻ്റ് നമ്മൾ ഇരിക്കുമ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത് ആ മരം നോക്കിക്കൊണ്ടായിരിക്കും ആളുകൾ സംസാരിക്കുക. നല്ല രീതിയിൽ ആ മരം വളരുന്നു, അതിൽ ഫ്രൂട്ട്സ് ലഭിക്കുന്നു, നല്ല കാറ്റ് കിട്ടുന്നു, നല്ല കുളിർമയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ പേര് അപ്പോഴും അവർക്ക് ഓർമ്മ വരും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ നമ്മളെ മറന്നാലും വർഷങ്ങൾ കഴിഞ്ഞ് മറന്നാലും മരമുണ്ടെങ്കിൽ എന്നും നമ്മുടെ നെയിം അവിടെ കാത്തു സൂക്ഷിക്കും. നമ്മുടെ ഇന്നത്തെ ജനറേഷനും വരാൻ പോകുന്ന ജനറേഷനും ആ മരം കാണുമ്പോൾ നമ്മളെപ്പറ്റി ഓർമ്മിക്കും. അതുകൊണ്ടാണ് മരത്തിനെ ഒരു മോണോമെൻ്റായിട്ട് നമ്മൾ കാണുന്നത്. 23 വയസ്സ് പയ്യൻ കന്നഡയിൽ ഏകദേശം ന്യൂ വേൾഡ് റെക്കോർഡ് പുള്ളി സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 3060 മരം 24 മണിക്കൂർ കൊണ്ട് പുള്ളി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു വേൾഡ് റെക്കോർഡായിരിക്കുകയാണ്. 23 വയസ്സ് പയ്യനാണ്, കന്നഡക്കാരനാണ്. പയ്യൻ്റെ പേര് ആൻറ്റോയിൻ മോസസ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി വന്നിട്ട് ഇത് സാധിച്ചെടുത്തിരിക്കുകയാണ്. സോ പെർ മിനിറ്റ് 3.75 സെക്കൻഡ്സിൽ ഒരു ട്രീ പുള്ളി 16 മരം പുള്ളിയെ കൊണ്ട് ഒരു മിനിറ്റിൽ വെച്ച് പിടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് റെക്കോർഡുകൾ പറയുന്നത്. എന്നാലും പുള്ളിയുടെ പാഷൻ പുള്ളിയെ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. കാരണം ഇത്തരത്തിലുള്ള എല്ലാ ചിന്തകളും എല്ലാവർക്കും ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് ഈ രാജ്യത്തിൽ മരം വെച്ച് പിടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. കാരണം നമ്മൾ മരം വയ്ക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന ജോലി. സോ ഇങ്ങനെ പറയുമ്പോൾ വേറെ ഒരു മരം, അതായത് ബാനിയൻ ട്രീ 3.5 ഏക്കറിൽ കിടക്കുന്ന ഒരു ബാനിയൻ ട്രീ. ഇന്ത്യക്കകത്താണ് ഇത് കിടക്കുന്നത്. ഏകദേശം 250 വർഷം പഴക്കമുള്ള ഒരു ബാനിയൻ ട്രീ ആണ് ഈ സംഭവം. ഇതും ഒരു അത്ഭുതകരമായ കാര്യമാണ്. അത് എത്ര വാറ് കണ്ട് വന്നിട്ടുണ്ടാവും നമുക്കറിയില്ല. എന്നാലും നമുക്കൊരു ചിന്തയുള്ളൂ, ഗ്രീൻ മിഷനായി കാണുമ്പോൾ നമ്മുടെ ഗ്രീൻ മിഷൻ മരം നടലാണ്. ട്രീ പ്ലാന്റിങ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിൻ ചിന്താഗതി. ആ പ്രവൃത്തിയിൽ ഈടുപെടുന്ന ആർക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് NGO ആണെങ്കിലും അത്തരത്തിൽ മരം നടുകയാണെങ്കിൽ ഇന്ത്യയല്ല, ഗ്ലോബൽ അടിസ്ഥാനത്തിൽ. കാരണം മദർ എർത്താണ്, നമ്മുടെ ഇന്ത്യ മാത്രമല്ല. അതുകൊണ്ട് ഗ്ലോബൽ അടിസ്ഥാനത്തിൽ ആര് മരം നടുകയാണെങ്കിലും അവർക്ക് എന്ത് സഹായങ്ങൾ ചെയ്യാനും നമ്മൾ മുൻവരണം. കാരണം അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും താമസിക്കുന്ന ഈ ഗ്ലോബൽ വില്ലേജിലാണ്. സോ മരം നടൽ എല്ലാവരുടെയും ഒരു പ്രധാന കർമ്മമായി എടുക്കാൻ തീർച്ചയായും നമ്മളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.